കാൽപന്ത് കളിയുടെ ആവേശം കേരളത്തെപ്പോലെ ത്രസിപ്പിക്കുന്ന മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിലില്ല എന്ന് തന്നെ പറയാം. കേരളത്തിന്റെ ഫുട്ബോൾ ഭ്രമം അത്രയ്ക്ക് ലോക പ്രശസ്തമാണ്. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന്റെ സമയത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ ആവേശം റിപ്പോർട്ട് ചെയ്യാൻ മത്സരിച്ചിരുന്നു. ബ്രസീലിനും അർജന്റീനക്കും കേരളത്തിൽ ലഭിക്കുന്ന പിന്തുണ ലോകമെമ്പാടും അറിയിക്കുവാനും മാധ്യമങ്ങൾക്ക് സാധിച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്കും സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കായിക പ്രേമികൾക്ക് ആവേശം പകരുന്നതാണ്. കേരളത്തിന്റെ കായിക മന്ത്രിയായ വി അബ്ദുറഹ്മാൻ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് അദ്ദേഹം അന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ആ ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങിയതായി കായിക മന്ത്രി തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ട്വിറ്ററിലെ ഫുട്ബോൾ ജേർണലിസ്റ്റുകളാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കേരളത്തിൽ വന്ന് മത്സരം കളിക്കാൻ അർജന്റീനൻ ദേശീയ ടീം താൽപര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞതായി മന്ത്രി പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ മെസ്സേജ് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനിൽ നിന്നും കേരള ഗവൺമെന്റിന് ലഭിച്ചതായി ഇദ്ദേഹം അവകാശപ്പെടുന്നുമുണ്ട്. എന്തായാലും കേരളത്തിലേക്ക് വന്നുകൊണ്ട് കളിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ എന്ന്, എപ്പോൾ, എവിടെ എന്നൊക്കെ വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുമുണ്ട്. അർജന്റീനയുടെ ഷെഡ്യൂളുകൾ വളരെ കടുത്തതാണ്. അർജന്റീനക്ക് കോപ്പ അമേരിക്കക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വെച്ച് ഇപ്പോൾ ഒരു മത്സരം കളിക്കാൻ സാധ്യത വളരെ കുറവുമാണ്. വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കുകളിൽ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ നടക്കേണ്ടതുണ്ട്. കോപ്പ അമേരിക്കയ്ക്ക് ശേഷം ജൂലൈ മാസത്തിൽ അർജന്റീന ഇന്ത്യയിലേക്ക് വരാൻ ശ്രമങ്ങൾ നടത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റൂമറുകൾ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. എന്തായാലും അർജന്റീനയ്ക്ക് കേരളത്തിൽ കളിക്കാൻ താല്പര്യമുണ്ട് എന്നത് ഒഫീഷ്യലായി തന്നെ അറിയാൻ കഴിഞ്ഞു എന്നത് മിനിസ്റ്ററുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. അർജന്റീന കേരളത്തിലേക്ക് എത്തുകയും കേരളത്തിൽ ഒരു മത്സരം കളിക്കുകയും ചെയ്താൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ ഇതിൽ പരം സന്തോഷം കൊള്ളിക്കുന്ന മറ്റൊന്നുണ്ടാവുമെന്ന് തോന്നുന്നുമില്ല. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.